അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള റമളാൻ മാസത്തിലെ വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ന്, അല്ലേ? ഈ ഒരു ദിവസമൊക്കെ ഒരുപാട് പുണ്യങ്ങൾ നിറഞ്ഞ ദിവസമാണ്. അതുകൊണ്ട് നമുക്ക് ധാരാളമായിട്ട് അമലുകൾ ചെയ്യാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാവർക്കും തരട്ടെ. ഒരുപാട് സ്വലാത്ത് ചൊല്ലുക, ഒരുപാട് ഖുർആൻ ഓതുക, അങ്ങനെ ഇന്നത്തെ ദിവസമൊക്കെ ഒരുപാട് പുണ്യമാക്കപ്പെട്ടിട്ടുള്ള ദിവസമാണ്. ആരും ഇതൊന്നും പാഴാക്കി കളയരുത്. അതുപോലെ തന്നെ ഇന്ന് ചൊല്ലാൻ പറ്റുന്നൊരു ദിക്ർ ദുആനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഇന്ന് വെള്ളിയാഴ്ച നോമ്പ് തുറക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് 70 തവണ ഇൻഷാ അല്ലാഹ് ഈ പറയുന്ന ദിക്ർ ദുആ നിങ്ങൾ ചൊല്ലണം. എന്നാൽ നമ്മളുടെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന എല്ലാ പ്രയാസത്തിനും ഒരു പരിഹാരമാണിത്. അവൻ്റെ എല്ലാ കടങ്ങളും വീടിക്കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വന്നു ചേരും. മനസ്സിലുള്ള എല്ലാ ഉദ്ദേശങ്ങളും നിറവേറിക്കിട്ടും ഈ ഒരു ദിക്ർ 70 തവണ ഇന്നത്തെ ദിവസം ചൊല്ലിയാൽ. ഈ ഒരു ദിക്ർ നിങ്ങൾ വെള്ളിയാഴ്ച ചൊല്ലിയാൽ കിട്ടുന്നത്, എത്രയോ കടത്തിൽ കുടുങ്ങിക്കിടക്കുന്നവനായാൽ പോലും അത് വീടാനുള്ള വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് തുറന്നു കൊടുക്കുന്നതാണ്. അതുപോലെ ഈ ഒരു വെള്ളിയാഴ്ച നമ്മൾ ഈ ഒരു ദിക്ർ ചൊല്ലി ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ചൻ്റെ ഇടയിൽ നമുക്കെന്തെങ്കിലും പ്രയാസവും പ്രശ്നവും ഒക്കെ ഉണ്ടായാൽ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് നമുക്ക് എല്ലാം റാഹത്തിലാക്കി തരുന്നതാണ്. അത്രക്കും പവറായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ദിക്ർ ദുആയാണിത്. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവർ ഇന്നലെയൊക്കെ ഇട്ട വീഡിയോൻ്റെ താഴെ ഒരുപാട് പേർ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രയാസങ്ങൾ എന്താണോ എന്ന് അള്ളാഹ്ക്കും നിങ്ങൾക്കും മാത്രമാണ് അറിയുകയുള്ളൂ. എന്ത് പ്രയാസമായാലും പ്രശ്നമായാലും അസുഖമായാലും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ പരീക്ഷ എഴുതുന്ന കുട്ടികൾ വന്ന് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ പരീക്ഷ എളുപ്പമാക്കി കൊടുക്കട്ടെ. അവർ പഠിച്ചു പോയിട്ടുള്ള ആ ഒരു ആൻസർ അവർക്ക് എഴുതാൻ എത്രയും പെട്ടെന്ന് എളുപ്പമാക്കി കൊടുക്കട്ടെ. അവരുടെയൊക്കെ മനസ്സിലുള്ള പ്രയാസവും പ്രശ്നവും ഒരുപാട് ആൾക്കാർക്ക് ഓരോ വിധത്തിലുള്ള പ്രയാസവും പ്രശ്നവുമാണ്. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്നത് ഇന്ന് വെള്ളിയാഴ്ച ദിവസം ചൊല്ലേണ്ട ഒരു ദിക്റാണ്. ഈ ഒരു ദിക്ർ നിങ്ങൾ 70 തവണ ചൊല്ലിയാൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും പ്രശ്നത്തിനുമൊക്കെ ഒരു പ്രതിനിധിയാണ്. അതുകൊണ്ട് നമുക്ക് ദിക്ർ ഏതാണെന്ന് നോക്കാം. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക് എന്ന ദിക്റാണ്. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക് എന്ന ദിക്ർ ദുആയാണ് നാം ചൊല്ലേണ്ടത്. ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച മഗ്‌രിബിന് മുന്നേ ആയിട്ട് 70 തവണ ചൊല്ലി തീർക്കുക. ഞാനിത് ഇൻഷാ അല്ലാഹ് സ്ക്രീനിൽ കാണിക്കാം, അത് നോക്കിയിട്ട് ചൊല്ലിയാൽ മതി. 70 തവണ ഇത് ചൊല്ലിയാൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസവും പ്രശ്നത്തിനുമൊക്കെ പരിഹാരം ഇതിലുണ്ട് എന്നാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലോ. അപ്പം ഇന്നലെ വെള്ളിയാഴ്ച രാവ് നമ്മൾ ഒരുപാട് സ്വലാത്തും ദിക്റും ഒക്കെ ഇന്നലെ ചൊല്ലി ദുആ ചെയ്തു അള്ളാഹുവിനോട്, കുറേ ഖുർആൻ ഓതി, അല്ലേ? കൂടുതലായിട്ട് ഇന്നലത്തെ ദിവസമൊക്കെ അമലുകൾ ചെയ്തു. അതുപോലെ തന്നെ ഇന്ന് നിങ്ങളുടെ പ്രയാസവും പ്രശ്നവും വിഷമവും ഒക്കെ തീരാൻ വേണ്ടിയിട്ട് സ്വലാത്ത് നിങ്ങൾ നേർച്ച വെച്ച് ചൊല്ലുക. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലിം എന്ന സ്വലാത്ത് 1000 തവണ ഇന്ന് നോമ്പ് തുറക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലിക്കോളി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം ഉണ്ടാവുന്നതാണ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലിം എന്ന സ്വലാത്ത് മഗ്‌രിബ് ബാങ്കിൻ്റെ മുന്നേ ആയിട്ട് 1000 തവണ നിങ്ങൾ ചൊല്ലി തീർത്താൽ, ഇത് ചൊല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസവും പ്രശ്നവും എന്തായിക്കോട്ടെ, ഇനി അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരായിക്കോട്ടെ, അതിനും സമാധാനം കിട്ടാൻ നല്ലതാണ് സ്വലാത്ത്. അതുകൊണ്ട് 1000 സ്വലാത്ത് നിങ്ങൾ ഇന്ന് മഗ്‌രിബിൻ്റെ മുന്നേ ആയിട്ട് ചൊല്ലി തീർക്കുക. അതുപോലെ നേരത്തെ പറഞ്ഞ ഈ ഒരു ദുആ വെറും 70 തവണ ചൊല്ലിയാൽ മതി. ഒരുപാട് നമ്മുടെ പ്രയാസവും പ്രശ്നത്തിനുമൊക്കെ ഒരു പരിഹാരമാണ്. അതോടൊപ്പം തന്നെ ഇന്ന് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ മഗ്‌രിബ് ബാങ്കിൻ്റെ നോമ്പ് തുറക്കുന്നതിന് മുന്നേ ആയിട്ട് ചൊല്ലി തീർക്കണം.
നോമ്പ് തുറക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു ലുഹറിന് ഒരു 500 സലാത്ത്, അസറിന് 500 സലാത്ത് സിമ്പിളായിട്ട് നമുക്ക് ചൊല്ലാൻ കഴിയുന്നതാണ്. ചെറിയ സലാത്തല്ലേ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅല ആലിഹി വസഹബിഹി വസല്ലിം എന്ന സലാത്ത് ഇത് ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ വിഷമിക്കുന്ന നിങ്ങളെ കാര്യമുണ്ടാവുമല്ലോ. ഓരോരുത്തർക്ക് ഓരോ പ്രയാസവും പ്രശ്നവുമാണല്ലോ. അങ്ങനെ നിങ്ങളെ പ്രശ്നം നിങ്ങൾ മനസ്സിൽ വെക്കുക. ഒരൊറ്റ കാര്യം, അത്രക്കും അധികം പ്രയാസമുള്ള കാര്യം നിങ്ങളെ മനസ്സിൽ നിങ്ങൾ വെച്ചുകൊണ്ട് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വസഹബിഹി വസല്ലിം, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വസഹബിഹി വസല്ലിം, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വസഹബിഹി വസല്ലിം എന്നിങ്ങനെ 1000 തവണ. എന്നിട്ട് നിങ്ങളിത് ചൊല്ലി തീർന്നിട്ട് നിങ്ങൾ ദുആ ചെയ്യേണ്ട സമയം മഗ്രിബ് ബാങ്ക് നോമ്പ് തുറക്കുന്നതിൻ്റെ തൊട്ട് മുന്നേയുള്ള സമയം. ഇത് നിങ്ങൾ ലുഹറിനും എസറിനും ഒക്കെ ആയിട്ട് ചൊല്ലി തീർക്കുക. എന്നിട്ട് മഗ്രിബ് ബാങ്ക് നമ്മൾ നോമ്പ് തുറക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ വുളു എടുത്ത് വന്നുകൊണ്ട് കിബിലക്ക് മുന്നിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ സഹിക്കുന്ന വേദന, നിങ്ങളെ പ്രയാസം, റഹ്മാനായ റബ്ബേ എൻ്റെ പ്രയാസം, എൻ്റെ മനസ്സിലെ വേദന നീ കാണുന്നില്ലേ, എൻ്റെ പ്രയാസം തീരാനാണ് ഞാൻ ഈ സ്വലാത്ത് ചെല്ലുന്നത് എന്ന് ഫസ്റ്റിൽ നിങ്ങളെ മനസ്സിലുണ്ടാവണം. ഈ 1000 സലാത്ത് ചെല്ലുന്നതിൻ്റെ മുന്നേ എൻ്റെ പ്രയാസം തീരാനാണ് ഞാൻ ഈ ഒരു സലാത്ത് നേർച്ച വെച്ച് ചെല്ലുന്നത്, എൻ്റെ ഇന്ന കാര്യം ഈ സലാത്ത് കൊണ്ട് തീരണേ അല്ലാ എന്ന് മനസ്സിലൊരു ഉദ്ദേശം വെക്കുക. എന്നിട്ട് ദുആ ചെയ്യേണ്ട സമയം നോമ്പ് തുറക്കുന്നതിൻ്റെ തൊട്ട് മുന്നേയുള്ള ഒരു 5 മിനിറ്റ് മുന്നേയുള്ള സമയത്ത് വുളു എടുത്ത് വന്നുകൊണ്ട് നിങ്ങളുടെ പ്രയാസം അള്ളാഹുവിനോട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. ആ നിമിഷം കൊണ്ട് ഒരൊറ്റ നിമിഷം കൊണ്ട് നിങ്ങളുടെ ആ ആഗ്രഹം നടന്നു എന്ന് നിങ്ങൾക്ക് കേൾക്കാം. അല്ലെങ്കിൽ ദുഃഖത്തിലാണോ നിങ്ങൾ, ദുഃഖത്തിന് സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതാണ്. ഇനി ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള പ്രയാസവും പ്രശ്നവും അങ്ങനെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. വല്ലാത്ത പ്രയാസത്തിലാണ് എൻ്റെ ഭർത്താവ് എനിക്ക് ചിലവിന് തരുന്നില്ല, വിളിക്കുന്നില്ല, വല്ലാത്ത ബുദ്ധിമുട്ടിൽ ഓരോരുത്തർ കമൻറ്റ് ചെയ്ത് വിടുന്നുണ്ട്. അങ്ങനത്തെ കാര്യമായിക്കോട്ടെ, ഇനി എന്ത് കാര്യം, ഹലാലായ എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തു നോക്കാം. എല്ലാ ദിവസവും ചെയ്തു നോക്കാട്ടോ. എല്ലാ ദിവസവും ചെയ്തു നോക്കാം. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം പെട്ടെന്ന് ഫലം കിട്ടുന്ന ദിവസമാണല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇന്ന് മാത്രമല്ല നാളെയും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാം. സ്വലാത്ത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പ്രതിനിധി ഇതിലുണ്ട്. സ്വലാത്ത് ചൊല്ലി ഇത്ര സ്വലാത്ത് ഇനിയിപ്പോൾ ഞാൻ ഈ പറയുന്ന എണ്ണം മാത്രം നിങ്ങൾ ചെല്ലണമെന്നില്ല. നിങ്ങൾക്ക് എത്രയാണ് കഴിയുക ആ ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയിട്ട് ഫസ്റ്റ് നിങ്ങളെ മനസ്സിലൊരു നിയത്ത് വേണം. ഞാൻ ഈ സ്വലാത്ത് ചെല്ലുന്നത് എൻ്റെ ഈ ഒരു കാര്യം നടക്കാനാണ്, എൻ്റെ കാര്യം നടക്കണം, ഇത്ര സ്വലാത്ത് ഞാൻ ചൊല്ലി തീർക്കും എന്ന് മനസ്സിലൊരു നിയ്യത്തുണ്ടാവുക. എന്നിട്ട് നിങ്ങൾ ഇത് ചൊല്ലി തീർത്തതിന് ശേഷം നിങ്ങളുടെ ആ പ്രയാസം അള്ളാഹുവിനോട് പറയുക. തീർച്ചയായിട്ടും അതിനൊക്കെ ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഞാൻ നിങ്ങളോട് മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു സാമ്പത്തികമായിട്ട് ഒരു വഴിയുമില്ലായിരുന്നു എനിക്ക്. അങ്ങനത്തെ ഞാൻ ഉംറ ചെയ്ത് ഞാനും എൻ്റെ മക്കളും ഒരുമിച്ച് ഉംറ ചെയ്യാൻ ഉണ്ടായ കാരണം എനിക്ക് അതിന് സാഹചര്യം ഒരുക്കി തന്നത് ഈ സ്വലാത്താണ്. മുത്ത് റസൂലിൻ്റെ പേരിൽ ഞാൻ ചൊല്ലിയ സ്വലാത്തിൻ്റെ പുണ്യം കൊണ്ടാണ് ഉംറ ചെയ്യാനുള്ള വഴി എനിക്ക് ഉണ്ടായത്, വഴി എളുപ്പമാക്കി തന്നത്. അതുപോലെ ഉംറ ചെയ്യാനും ഒരുപാട് ആഗ്രഹമുള്ളവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. പക്ഷേ സാമ്പത്തികമായിട്ട് ഒരു വഴിയുമില്ല. അങ്ങനെയുള്ളവരൊക്കെ നിങ്ങൾ നിത്യേന മനസ്സിൽ ആ ഉദ്ദേശം നിങ്ങൾക്ക് വേണം. എന്നിട്ട് നിങ്ങൾ നിത്യേന എങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കോളി. അള്ളാഹ് നിങ്ങൾക്ക് വഴി തുറന്നു തരും, ഉറപ്പാണ്. എന്ത് പ്രയാസത്തിനും എന്ത് ദുഃഖത്തിനും സന്തോഷം വരാനൊക്കെ ഒരു വഴിയാണ് ഈ സ്വലാത്ത്. അതുകൊണ്ട് ഈ പറഞ്ഞൊരു രീതി നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോയിൽ സ്വലാത്തിനെ കുറിച്ചാണ് കൂടുതൽ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം ഞാൻ പറയുന്നത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നടന്നു കിട്ടിയിട്ടുണ്ട് സ്വലാത്ത് ചൊല്ലിയിട്ട്. ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ വന്നത് സ്വലാത്ത് ചൊല്ലിയിട്ട് മാത്രമാണ്. അതുപോലെ തന്നെ എൻ്റെ അടുത്ത ഒരു കൂട്ടുകാരി, അവളെപ്പോഴും സ്വലാത്ത് ചൊല്ലുന്ന ഒരാളാണ്. എപ്പോഴും അവൾ സ്വലാത്ത് ചൊല്ലും. അവൾക്ക് ഒരുപാട് കടങ്ങളും വീട് വരെ ജപ്തി ചെയ്യുന്ന അവസ്ഥയിലായിരുന്നു. ആ സ്വലാത്ത് ചൊല്ലി രാവും പകലുമില്ലാതെ ഏത് സമയത്തും അവൾ സ്വലാത്തിൽ തന്നെയായിരുന്നു. ഇനി യാത്ര പോകുന്ന സമയത്തും എപ്പോഴും അവളെ കയ്യിലൊരു കൗണ്ടർ ഉണ്ടാവും. ഇനി എന്ത് തിരക്കിനിടയിലായിരിക്കും, ഇനി കൗണ്ടർ അവളെ കയ്യിലില്ലെങ്കിൽ പോലും അവളെ ചുണ്ടിൽ എപ്പോഴും സ്വലാത്താണ്.
ആ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് മാത്രമാണ് അവൾക്ക് ഇപ്പം യാതൊരു അൽഹംദുലില്ലാ ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവുമില്ല. അവൾ ഉംറ ചെയ്തു വന്നു, അവരുടെ കാര്യങ്ങളൊക്കെ റാഹത്തായി, ഭർത്താവിന് നല്ല ശമ്പളമുള്ള ജോലിയായി, അവരുടെ ജീവിതം റാഹത്തായി. കാരണം ഒരുപാട് ക്ഷമിച്ചു അവൾ. ആ ക്ഷമ സ്വലാത്ത് ചൊല്ലി ഇനി ഞാൻ ചെല്ലുന്നില്ല എന്ന് നിർത്തിവെച്ചില്ല. വീണ്ടും അവൾ ചൊല്ലി അവളെ കാര്യങ്ങളൊക്കെ അവൾ നേടിയെടുത്തു. അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും നമുക്ക് സ്വലാത്ത് ഒരു പ്രതിനിധിയാണ്. അതുകൊണ്ട് ആരും പ്രയാസവും പ്രശ്നവും ഒക്കെ ഉണ്ടെങ്കിലും കുറച്ചങ്ങോട്ട് സ്വലാത്തും ദിക്റുകളും ഒക്കെ ചൊല്ലി നോക്കും, പിന്നെ അവിടെ ഇട്ടേക്കും. ഇതിനോടൊന്നും കാര്യമില്ല, ഞാൻ കുറേ ചൊല്ലിയിട്ട് അവിടെ ഇട്ടതാണ്, വെറുതെയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഡബിളിൻ്റെ പരീക്ഷണം നമ്മുടെ ജീവിതത്തിൽ എവിടുന്നൊക്കെ പല ജാതി പ്രശ്നവും വരലാണ്. സമാധാനമില്ലാത്ത ജീവിതമായിരിക്കും പിന്നെ ഉണ്ടാവുക. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ ഒരു ദിക്ർ ദുആ ഉണ്ടല്ലോ, ഒരു ദിക്ർ 70 തവണ, അത് വെള്ളിയാഴ്ച ദിവസം ഇന്ന് മഗ്‌രിബിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ അത് ചെല്ലണം 70 തവണ. മനസ്സിലെ ഒരു 70 തവണയല്ലേ, തീർച്ചയായിട്ടും നിങ്ങൾ ചെല്ലുക. അതുപോലെ തന്നെ 1000 തവണ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം എന്നുള്ള ഈ ഒരു സ്വലാത്തും മഗ്‌രിബിൻ്റെ മുന്നേ ആയിട്ട് ചൊല്ലി തീർന്നിട്ട് നോമ്പ് തുറക്കുന്നതിൻ്റെ തൊട്ട് മുന്നേയുള്ള സമയത്ത് നിങ്ങളുടെ പ്രയാസം എന്താണായിക്കോട്ടെ, ഹലാലായ എന്ത് കാര്യമായിക്കോട്ടെ, ആ ഒരു കാര്യം നിങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞോളൂ. തീർച്ചയായിട്ടും അന്ന് രാത്രി തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം അള്ളാഹു നിങ്ങൾക്ക് തരുന്നതാണ്. ഏത് വഴിക്കൂടെ അള്ളാഹ് നമുക്ക് സഹായം തരിക നമുക്കറിയില്ല. നമ്മളിപ്പം ഇത് ചൊല്ലിയിട്ട് ഞാൻ ഇപ്പോൾ ചൊല്ലിയിട്ട് ഒരു കാര്യം എനിക്ക് കിട്ടും, പക്ഷേ അള്ളാഹ് തന്നു കാണാൻ നിങ്ങൾക്കത് അറിയില്ല, നമ്മൾക്കത് കാണാൻ കഴിയില്ല. ഏതെങ്കിലും ഒരാളുടെ കയ്യിലൂടെ ആയിരിക്കും നമുക്ക് എന്തെങ്കിലും സഹായവും സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വന്ന് ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.